السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أنس رضي الله عنه أنه قال: قدم رسول الله صلى الله عليه وسلم المدينة ليس له خادم. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ടു. മദീനയിലേക്ക് ഹിജറ വന്നു. ലൈസ ലഹു ഖാദിമുൻ, തങ്ങൾക്കൊരു സേവകൻ ഇല്ല. അങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഒരു ഖാദിമ് തങ്ങൾക്കില്ല, പ്രത്യേകം ഒരു ഖാദിം, ഒരു സേവകൻ. ഫഅഖദ അബൂ ത്വൽഹത ബിയദി, അപ്പോ എൻ്റെ ഉമ്മയുടെ ഭർത്താവ് അബൂ ത്വൽഹ എൻ്റെ കൈ പിടിച്ചു. ഫൻതലഖ ബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അദ്ദേഹം എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക്, തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മറ്റൊരു റിവായത്തിൽ ഉമ്മയാണ് കൊണ്ടുപോയത് എന്നുണ്ട്. ഫഖാല, അങ്ങനെ അബൂ ത്വൽഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ ദൂതരെ, ഇന്ന അനസൻ ഗുലാമുൻ കയ്യിസുൻ, തീർച്ചയായും ഈ അനസ് നല്ല ബുദ്ധിമാനായ തൻ്റെ ഇടമുള്ള ഒരു കുട്ടിയാണ്. ഫൽയഖ്ദിംക, അതുകൊണ്ട് അവൻ താങ്കൾക്ക് സേവനം ചെയ്തു കൊള്ളട്ടെ, താങ്കളെ സേവിച്ചു കൊള്ളട്ടെ, താങ്കൾക്ക് ഖിദ്മത്ത് എടുക്കട്ടെ, അവനെ തങ്ങളെ ഖാദിമാക്കിക്കോളൂ. അവൻ നല്ല പക്വതയുള്ള തൻ്റെ ഇടമുള്ള ബുദ്ധിയുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞു. പല അനസ് എന്നവർ പറയാണ്, ഫഖദംതുഹു ഫി സഫരി വൽ ഹദരി, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും, യാത്രാവേളയിലും അല്ലാത്തപ്പോഴും ഞാൻ നബി തങ്ങളെ സേവിച്ചു, തങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തു. ഹദീസിൽ എല്ലായിടത്തും കാണാം 10 വർഷക്കാലം തങ്ങളെ സേവിച്ചു. മാ ഖാല ലി ഷൈഇൻ സ്വനഅതുഹു, മാ ഖാല, തങ്ങൾ പറഞ്ഞിട്ടില്ല, ലി എന്നോട്, ലി ഷൈഇൻ സ്വനഅതുഹു, ഞാൻ ചെയ്ത ഒന്നിനെ ചൊല്ലി, ലിമ സ്വനഅത ഹാദാ ഹകദ, എന്തേ അനസ ഇതിനെ നീ ഇപ്രകാരം ചെയ്തു, എന്തേ ഇത് ഇങ്ങനെ ചെയ്തത് എന്തേ എന്ന് തങ്ങൾ ചോദിച്ചിട്ടില്ല. വലാലി ഷൈഇൻ ലം അസ്നഉഹു, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ ചൊല്ലി, ലിമലം തസ്നഉ ഹാദാ ഹകദ, ഓ അനസ ഇതെന്തേ നിങ്ങൾ ഇപ്രകാരം ചെയ്യാതിരുന്നു, എന്തേ ചെയ്യാതിരുന്നത് എന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ 10 വർഷക്കാലത്തിനടക്ക് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച്, എന്തേ അത് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തുകൂടായില്ലായിരുന്നോ, ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടത് ചെയ്തില്ല, അത് ഈ രീതിയിൽ ചെയ്യേണ്ടിയില്ലായിരുന്നോ എന്നൊന്നും തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വർഷങ്ങളോളം സേവനം ചെയ്തു. ഫമാ സബ്ബനി സബ്ബത്തൻ ഖത്തു, ഒരു ചീത്ത പോലും തങ്ങൾ എന്നെ പറഞ്ഞിട്ടില്ല. വലാ വറബനി വറുബ, ഒരടി പോലും തങ്ങൾ എന്നെ അടിച്ചിട്ടില്ല. വലന്തഹറനി, തങ്ങൾ എന്നെ വിരട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഖാദിമായി നിൽക്കുമ്പോൾ ഞെട്ടിക്കള സ്വഭാവം തങ്ങൾ ചെയ്തിട്ടില്ല. വല അബസഫി വജ്ഹി, തങ്ങൾ എന്റെ മുഖത്ത് മുഖം ചുളിച്ചിട്ടില്ല. മുഖം ചുളിച്ച് അങ്ങനെ ഒരു നോട്ടം തങ്ങൾ എന്നോട് നടത്തിയിട്ടില്ല. എന്നോട് തങ്ങൾ എന്റെ മുഖത്ത് മുഖം ചുളിച്ച് കാട്ടിയിട്ടില്ല. വല അമറനി ബി അംരീൻ, തങ്ങൾ എന്നോട് ഒന്നും ഒരു കാര്യം കൊണ്ടും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഫതബാനൈതു ഫിഹി, ആ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തി. ഫഅതബനി അലൈഹി, അങ്ങനെ തങ്ങൾ എന്നെ അതിന്റെ മേൽ ആക്ഷേപിച്ചു, അങ്ങനെ ഉണ്ടായിട്ടില്ല. തങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ച്, ഞാൻ ചിലപ്പോ കുട്ടിയല്ലേ, എന്തെങ്കിലുമൊക്കെ വീഴ്ച എന്റെ ഭാഗത്ത് നിന്ന് അതിലുണ്ടാവും, അതേ ചൊല്ലി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. ഹദീസിൽ തന്നെ കാണാം, ഒരു വിഷയത്തിന് വേണ്ടി അനസ് എന്നവരെ പറഞ്ഞയച്ചു. മൂപ്പര് പോകുന്ന വഴിക്ക് കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ ആ കളിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ അവിടെ അങ്ങനെ നിന്നു. കുറെ കഴിഞ്ഞിട്ട് കാണാത്തപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ ചെന്ന് നോക്കിയപ്പോ അനസ് എന്നവര് കളി കാണുകയാണ്. അപ്പൊ ഈ ചുമലിൽ കൈവച്ചിട്ട് അനസ ഞങ്ങൾ പോയില്ലേന്ന് ചോദിച്ചു. ആ, ഞാൻ പോകുന്നു യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. ഇവര് പോയി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വീഴ്ച വരുത്തിയാൽ അതിലൊന്നും തങ്ങൾ ആക്ഷേപിക്കൂല. ഫൈൻ ആതബനി അലൈഹി അഹദു മിൻ അഹ്ലിഹി, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൽപ്പിച്ച് ആ വിഷയത്തിൽ ഞാൻ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ചിലപ്പോൾ തങ്ങളെ ഭാര്യമാരിൽ ആരെങ്കിലും എന്നെ ഒന്ന് ആക്ഷേപിച്ചാൽ, ചിലപ്പോ അങ്ങനെയൊക്കെ ഒന്ന് പെണ്ണുങ്ങൾ പറയല്ലോ. ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ദഉഹു, അനസിനെ വിട്ടേക്കുക, അത് വിടുക. ഫലൗ ഖുദ്ദിറ ശൈഉൻ കാന, വല്ലതും
തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും. അള്ളാഹു ഇപ്പൊ കണക്കാക്കിയതല്ലേ സംഭവിക്കുന്നത്. അത് അങ്ങനെ ആവാൻ അള്ളാഹു കണക്കാക്കിയതാണ്. ഇതിപ്പോ എന്തിനാ ആക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞ് തങ്ങൾ വിടും. എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് ഈ ഹദീസിലൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ സ്വഭാവം, വശ്യമായ സ്വഭാവം, 10 വർഷക്കാലം സേവനം ചെയ്തു. അതും കുട്ടിയാണ്. ഒരിക്കൽ പോലും ഒരു ചീത്തയോ മുഖം ചുളിക്കലോ വിരട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ആക്ഷേപിക്കുമ്പോൾ അവരോട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കൽപ്പനയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ തങ്ങളെ കുറിച്ച് പറഞ്ഞത്. അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ വണ്ണമായ സ്വഭാവത്തിന്റെ മേലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു പരിപൂർണമായ ശിഫ തന്ന് അവന്റെ പൊരുത്തത്തിലായി ദീനീയ ഖിദ്മത്തിലായി നമുക്കൊക്കെ വലിയ ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.